ലെജൻഡ്സ് ലോക ചാമ്പ്യൻഷിപ്പിൽ പാകിസ്ഥാനെതിരായ സെമി ഫൈനൽ മത്സരം ബഹിഷ്കരിച്ച് ഇന്ത്യ ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. ഗ്രൂപ്പ് ഘട്ടത്തിൽ പാകിസ്ഥാനെതിരായ മത്സരം ഒഴിവാക്കിയതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ ഈ നിർണായക തീരുമാനം. പഹൽഗാം ഭീകരാക്രമണത്തിൽ 26 കുടുംബങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ പാകിസ്ഥാനുമായി ക്രിക്കറ്റ് കളിക്കാൻ കഴിയില്ലെന്ന നിലപാടാണ് ഇന്ത്യ ആവർത്തിച്ചത്. ഇതോടെ പാകിസ്ഥാൻ ഫൈനലിലേക്ക് നേരിട്ട് പ്രവേശിച്ചു. രാജ്യസുരക്ഷയും ദേശീയ വികാരങ്ങളും കായിക രംഗത്തെ എങ്ങനെ സ്വാധീനിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ലെജൻഡ്സ് ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീമിന്റെ പിന്മാറ്റം. പഹൽഗാമിൽ നിരപരാധികളായ സാധാരണക്കാർക്ക് നേരെ നടന്ന ഭീകരാക്രമണം ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിൽ ഗുരുതരമായ വിള്ളലുകൾ സൃഷ്ടിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ കളിയിലായാലും കാര്യത്തിലായാലും പാകിസ്ഥാനെതിരെയുള്ള നിലപാടിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ഇന്ത്യ ഉറപ്പിച്ചു പറഞ്ഞു. ലെജൻഡ്സ് ലോക ചാമ്പ്യൻഷിപ്പിന്റെ സെമി ഫൈനലിൽ പാകിസ്ഥാനാണ് എതിരാളികളെന്ന് വ്യക്തമായതോടെ ഇന്ത്യൻ ലെജൻഡ്സ് ടീം ടൂർണമെന്റ് സംഘാടകരായ ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ക്രിക്കറ്റ് ബോർഡിനെ തങ്ങളുടെ തീരുമാനം അറിയിക്കുകയായിരുന്നു. ഈ തീരുമാനത്തോടെ ടൂർണമെന്റിൽ നിന്ന് ഇന്ത്യ പുറത്താവുകയും പാകിസ്ഥാന് ഫൈനലിലേക്ക് വാക്കോവർ ലഭിക്കുകയും ചെയ്തു. നാളെ നടക്കുന്ന ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക രണ്ടാം സെമി ഫൈനൽ വിജയികളെയാണ് പാകിസ്ഥാൻ ഫൈനലിൽ നേരിടുക. അവധിക്കാലം ആഘോഷിക്കാൻ പഹൽഗാമിലെത്തിയ 26 കുടുംബങ്ങളെയാണ് ഭീകരാക്രമണം അനാഥമാക്കിയത്. ഈ ദുരന്തം രാജ്യത്തുടനീളം വലിയ വൈകാരിക പ്രതികരണങ്ങൾക്കാണ് വഴിവെച്ചത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഭീകരവാദത്തിന് പിന്തുണ നൽകുന്ന ഒരു രാജ്യവുമായി ക്രിക്കറ്റ് കളിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന ശക്തമായ നിലപാടാണ് ഇന്ത്യൻ സർക്കാർ സ്വീകരിച്ചത്.